ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാഷോ ഇ ടി. ഇന്ന് നമുക്ക് സ്പീക്കിങ്ങിൻ്റെ ഒരു കാർഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ സ്പീക്കിങ്ങിന് ഞാൻ കാർഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. വി ഹാവ് 3 minutes ഫോർ പ്രിപ്പറേഷൻ ഇൻ എക്സാം. സോ 3 minutesൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പെൻസിൽ കയ്യിലെടുക്കാം. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്നുള്ളത് ജസ്റ്റ് മാർക്ക് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ടാസ്കിലെ ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. വി ഷുഡ് എക്സ്പ്ലെയിൻ ഈച്ച് ആൻഡ് എവറി ടാസ്ക്. സോ അങ്ങനെ ഒരു മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് വേർഡ് ഇല്ല. പിന്നെ ചിലതിൽ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുന്നത് നമ്മൾ മറക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പായിരിക്കും അത്. പിന്നെ ഒത്തിരി കുട്ടികൾക്കുള്ളൊരു സംശയം, കാർഡ് തന്നതിന് ശേഷം കാർഡിനകത്തേക്ക് പിന്നെ നോക്കാമോ, കാർഡ് വാങ്ങിച്ചുകൊണ്ട് പോകുമോ എന്നുള്ളതാണ്. ഈ 3 minutes പ്രിപ്പറേഷന് ശേഷം 5 minutes ആണ് നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മൾ കാർഡ് സംസാരിച്ച് തീരുന്നിടം വരെ നമ്മുടെ കയ്യിൽ നമ്മുടെ ടാസ്ക് ഉണ്ടാവും, നമ്മുടെ റോൾ പ്ലേ കാർഡ് ഉണ്ടാവും. കാർഡിൽ നോക്കാതെയല്ല, കാർഡിൽ നോക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കേണ്ടത്. നമ്മളധികം നമ്മുടെ എക്സാമിനർക്ക് ഒരു ഐ കോണ്ടാക്റ്റ് കൊടുക്കേണ്ട ആവശ്യം ഒ ഇ ടിയിലില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ എബിലിറ്റി, നമ്മൾ അതുപോലെ തന്നെ ഇൻട്രാക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ മാത്രം ജസ്റ്റ് മുഖത്തോട്ടൊന്ന് നോക്കിയാൽ മതി. അതും നിർബന്ധമില്ല, എന്നാലും ജസ്റ്റ് ഒരു ഐ കോണ്ടാക്റ്റ് വെക്കുക ആ സമയങ്ങളിൽ മാത്രം. അല്ലാതെ എപ്പോഴും നമ്മുടെ ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആയിരിക്കണം. പിന്നെ ഓരോ ടാസ്കും എവിടെയാണ് നമ്മൾ പറയുന്നത് എന്നുള്ള അറിയാനായിട്ട് നമുക്ക് ആ പെൻസിലും കൊണ്ട്, നമ്മുടെ റൈറ്റ് ഹാൻഡ് പെൻസിലും കൊണ്ട് ഏത് ടാസ്കിലാണോ പറയുന്നത് അവിടെ ഒന്ന് വെച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമുക്ക് അഥവാ എക്സാമിനറുടെ മുഖത്ത് നോക്കിയിട്ട് ഇപ്പം ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ അവരോട് ചോദിക്കുന്നതെങ്കിൽ ആ സമയത്തൊന്ന് നോക്കിയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മുടെ ടാസ്ക് നമുക്ക് മാറിപ്പോവില്ല. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് കാർഡ് തരുവാണ്. തന്നതിന് ശേഷം നമ്മുടെ എക്സാമിനർ പറയും, ഹിയർ ഈസ് യുവർ റോൾ പ്ലേ കാർഡ്, നൗ യു ഹാവ് 3 minutes ഫോർ പ്രിപ്പറേഷൻ. മീൻവൈൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ എന്നുള്ളത് പറഞ്ഞു തരും നമ്മുടെ അടുത്ത്. സോ നമുക്ക് കാർഡ് പ്രിപ്പയർ ചെയ്യാം. നേഴ്സിൻ്റെ കാർഡാണ് നമുക്ക് തരിക. പേഷ്യൻറ്റിൻ്റെ കാർഡ് വിൽ ബി വിത്ത് എക്സാമിനർ. നമുക്കത് അവൈലബിൾ അല്ല. നമ്മളിവിടെ ചെയ്യുമ്പോഴാണ് നമുക്ക് 2 കാർഡുമായിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് കാർഡ് വായിക്കാം. സെറ്റിംഗ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. ഞാൻ കാർഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഒരു 2 minute 3 minute എടുത്ത് ജസ്റ്റ് ഒന്ന് കാർഡ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, ഞാൻ കാർഡ് അധികം സമയം തരുന്നില്ല. പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചാൽ മതി. വായിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ കോൺവെർസേഷനിലേക്ക് പോസ് മാറ്റിയാൽ മതി. സോ നമുക്ക് നേഴ്സിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും, യു സി എ 66-year-old പേഷ്യൻറ്റ് ഹു ഈസ് കൺസേൺഡ് അബൌട്ട് ദ വെരിക്കോസ് വെയിൻസ് on his or her left leg which have become increasingly itchy. He or she would like some advice. You have just examined his or her leg. ടാസ്ക് ഒന്ന് ഫസ്റ്റ് പോയിൻ്റ് ഒന്ന് വായിക്കാം. കൺഫേം ഇൻഫ്ലമേഷൻ ഓഫ് വെരിക്കോസ് വെയിൻസ് എന്നുള്ളതും കിടപ്പുണ്ട്. സോ ഓർഗനൈസിങ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ സ്പീക്കിംഗ് സെക്ഷൻ. എത്ര നന്നായിട്ട് സ്പീക്കിംഗ് കാർഡ് ഹാൻഡിൽ ചെയ്യുന്ന കുട്ടികൾക്കും ഓൾവേസ് ദേ ഗെറ്റ് ഡൗട്ട് റിഗാർഡിങ് ദ ഇൻട്രൊഡക്ഷൻ, ഹൗ ദ ഇൻട്രൊഡക്ഷൻ വിൽ ബി. ശരിയാണ്, നമുക്ക് 3 സെറ്റിംഗ് ആണ് മെയിൻലി ഉള്ളത്. ഹോം വിസിറ്റ്, ഹോസ്പിറ്റലിൻ്റെ അണ്ടറിൽ പലത് വരും, ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് വരും. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഓർ സബർബൻ ക്ലിനിക്, അല്ലെങ്കിൽ ജനറൽ ക്ലിനിക്ക്, ജനറൽ പ്രാക്ടീസ്, ഇപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സെറ്റിങ്ങോടെ കൂടെ അവർ തരാറുണ്ട്. അതെല്ലാം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ പോലെ ഹോസ്പിറ്റൽ അല്ലാത്ത ഒരു ചെറിയൊരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു PHC, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ ആണെങ്കിൽ ഹോസ്പിറ്റലാണെങ്കിൽ അത് അഡ്മിറ്റ് ആയതായിരിക്കും. ഹോം വിസിറ്റുകളിൽ നമ്മൾ നേരത്തെ പേര് ചോദിക്കണം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആണെങ്കിൽ പക്ക അൺനോൺ എന്നുള്ളതാണ് ഒരു മൊത്തത്തിലുള്ളൊരു ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം നമുക്ക് നേഴ്സിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ റെഫറലാണ്, ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് റിവ്യൂ ആണ്. അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ നമുക്ക് ഏകദേശം നേഴ്സിൻ്റെ ഭാഗം വായിക്കും മനസ്സിലാവും. പേഷ്യൻ്റെ ഫേസ് അല്ല, പേഷ്യൻ്റെ കേസ് നോട്ട്, അവരുടെ കണ്ടീഷൻ, അവരുടെ പേര്, വയസ്സ്, ഇതെല്ലാം നമുക്ക് ഓൾറെഡി നമുക്ക് ഫയൽ അവരുടെ റിസീവ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദ ഐഡിയ റിഗാർഡിങ് ദാറ്റ് പേഷ്യൻ്റ് നെയിം ആൻഡ് age, and also sometimes their disease condition, why they are
കമ്മിങ് ടു യു വാട്ട് ദേ റിക്വയർ എന്നുള്ള ഒരു കുറച്ച് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഓൾറെഡി ദിസ് പേഷ്യൻ ഹാസ് വേരിക്കോസ് വെയിൻസ് ആണ്. പക്ഷേ ഇത് ഒരു അപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ റെഫറലോ റിവ്യൂ ഒന്നും അല്ല. അങ്ങനെ വരുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു അൺനോൺ ആവേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ജസ്റ്റ് എക്സാമിൻ്റെ കേസാണ്. വെറും എക്സാമിൻ്റെ അല്ല, ജസ്റ്റ് എക്സാമിൻ്റെ. ജസ്റ്റ് എക്സാമിൻ്റെ അല്ലെങ്കിൽ ജസ്റ്റ് ഒബ്സർവ്ഡ് ഇതൊക്കെ ഇങ്ങനെ വന്നാലും നമുക്ക് ജസ്റ്റ് എന്നുള്ള വാക്കുള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ എക്സാമിൻ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. പിന്നെ കൺഫേമും ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യത്തിൽ. ഇൻഫ്ലമേഷൻ ഓഫ് വേരിക്കോസ് വെയിൻസ് നമ്മൾ കൺഫേം ചെയ്തു എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക് കിടക്കുന്നത്. ഇനി ജസ്റ്റ് എക്സാമിൻ്റെ കാർഡ് ആ ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ OET തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നോ നീഡ് ടു സെർച്ച് ഫോർ എനിത്തിങ്. OETയുടെ റൂൾ അനുസരിച്ചിട്ട് ജസ്റ്റ് എക്സാമിൻ്റെ ആണെങ്കിൽ നമുക്ക് തരുന്ന 3 minutes പ്രിപ്പറേഷനിൽ നമ്മൾ പേഷ്യൻ്റെ പേര് ചോദിച്ചു വെക്കണം. ഹൗ മേ ഐ അഡ്രസ് ദ പേഷ്യൻറ്റ് ഡ്യൂറിങ് ദ റോൾ പ്ലേ എന്ന് 3 minute ചോദിക്കുക. അവർ പേര് പറയും. ഫോർ എക്സാമ്പിൾ ഇഫ് ദേ ആർ സെയിങ് ദെയർ നെയിം ജോർജ്, മറക്കരുത് അവിടെ ജോർജ് എന്നുള്ളത് അപ്പം തന്നെ എഴുതി വെക്കണം. കാരണം കണ്ടിരിക്കുന്ന പേര് പറഞ്ഞതിന് ശേഷം മിക്കവാറും കുട്ടികൾ പേര് മറന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി അവരുടെ ടെൻഷൻ ആൻസൈറ്റി ഒക്കെ മൂലമായിരിക്കും എക്സാമിൻ്റെ. പക്ഷെ നമ്മളെപ്പോൾ പേര് ചോദിച്ചാലും പേര് അവിടെ എഴുതി വെക്കണം. അതിപ്പോൾ കോൺവെർസേഷൻ തുടങ്ങിയിട്ട് ചോദിക്കേണ്ട. ഗുഡ് മോർണിംഗ് ഒക്കെ വിഷ് ചെയ്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ചില സന്ദർഭത്തിൽ നമ്മൾ പേര് ചോദിക്കേണ്ടതായിട്ട് വരും. ആ സമയത്താണെങ്കിലും പേരെപ്പോഴും എഴുതി വയ്ക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ 2 പേരുണ്ട്, പേഷ്യൻ്റ് വൈസ് സ്റ്റാൻഡർ ഉണ്ടെങ്കിലും എഴുതണം. കാരണം നിങ്ങൾ മറന്നു പോകും. അപ്പോൾ നമ്മൾ ചോദിക്കണം ഹൗ മേ അഡ്രസ് ദ പേഷ്യൻറ്റ് ഡ്യൂറിങ് ദ റോൾ പ്ലേ. അവർ ജോർജ് എന്നാണ്. ഫോർ എക്സാമ്പിൾ ഇഫ് ദേ ആർ സെയിങ് ദെയർ നെയിം ലൈക്ക് ജോർജ്, നമുക്ക് എങ്ങനെയാണ് ജസ്റ്റ് എക്സാമിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. വെൽ മിസ്റ്റർ ജോർജ് അല്ലെങ്കിൽ ഓൾ റൈറ്റ് മിസ്റ്റർ ജോർജ് അല്ലെങ്കിൽ വെറും മിസ്റ്റർ ജോർജ്, താങ്ക് യു സോ മച്ച് ഫോർ allowing me to examine you. Based on my examination, I understood that you have inflammation of varicose veins. See, നമ്മളത് കൺഫേം ചെയ്തു. ഇനി നമുക്കിടെ ഇപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഇൻട്രൊഡ്യൂസ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് എക്സാമിൻ്റെ ആണ്. ഇവിടെ ഇതില്ല. ഇനി നമ്മൾക്ക് നെക്സ്റ്റിലേക്ക് നമ്മൾ പോകണം. ഫൈൻഡ് ഔട്ട് റിലവൻറ്റ് പേഷ്യൻറ്റ് ഡീറ്റെയിൽസ്, ജനറൽ ഹെൽത്ത് അണ്ടർലൈൻ ഹെൽത്ത് കണ്ടീഷൻ നമുക്ക് ചോദിക്കാനാണ്. അപ്പോൾ ഇവിടെ നമുക്കിനി ചോദിക്കാം. സോ മിസ്റ്റർ ജോർജ്, ഐ ജസ്റ്റ് വാണ്ട് ടു നോ മോർ ഡീറ്റെയിൽസ് അബൌട്ട് യുവർ കണ്ടീഷൻ. സോ മേ ഐ ആസ്ക് യു. അവർ പറയും യെസ് പറയും. ഈ മേ ഐ ആസ്ക് യു ഇങ്ങനെയുള്ള ഫ്രേസസൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടുന്നതാണത്. അപ്പോൾ അവർ പറഞ്ഞു യെസ് യു ക്യാൻ ആസ്ക് ടു മീ. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ പ്ലീസ് ടെൽ മീ റിഗാർഡിങ് യുവർ ജനറൽ health. A patient will answer you. The next question, do you have any underlying health condition? So whenever you ask questions to the patient, make sure that you are asking question form, question form, not like incomplete sentence or not like question form. ഇതൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. ജസ്റ്റ് യൂസ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഫോം. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം, എറർ ഉണ്ടാവരുത്. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് മോർ ഡീറ്റെയിൽസ് അബൌട്ട് സിംറ്റംസ്. അത് നമ്മൾ ചോദിക്കണം. നൗ ഐ വാണ്ട് ടു നോ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദ സിംറ്റംസ്. പ്ലീസ് ടെൽ മീ ദ ഓൺസെറ്റ് ഓഫ് ദിസ് കണ്ടീഷൻ. ഡു യു ഹാവ് any bleeding or feeling any heat? Please tell me regarding the intensity of itching. എപ്പോഴും ചോദിക്കുമ്പോൾ പ്ലീസ് ആസ്ക് വൺ ബൈ വൺ ക്വസ്റ്റ്യൻസ്. Okay, do not ask like please tell me the onset, intensity of itching, any swelling, feeling of it, because examiner sometimes couldn't catch all the questions if you ask at a time. സോ അവർ പാർഡൺ, ഐ ഡോണ്ട് ഗെറ്റ് യു അല്ല അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് പോകും. അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ സംസാരിക്കരുത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ വീനസ്റ്റാറ്റിസ് ഡെർമറ്റൈറ്റിസ് ഈസ് റീസൺ ഫോർ ഇച്ചിനെസ്. അവിടെ പറഞ്ഞു കൊടുക്കാം. ഇന്ന് നമ്മുടെ കൺഫർമേഷനാണ് അതെന്താണെന്നുള്ളത്. മിസ്റ്റർ ജോർജ്, നൗ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു വീനസ്റ്റാറ്റിസ് ഡെർമറ്റൈറ്റിസ് ഈസ് ദ റീസൺ ഫോർ യുവർ ഇച്ചിനെസ്. Do you know anything regarding this condition? So ask before you explain regarding the diagnosis. So they will say, definitely they will say, I don't know regarding this condition. Please explain me. Then you can explain, oh, no need to worry, Mr. John. I will explain you what is this condition. Venous status dermatitis is nothing but it's a chronic inflammatory skin disease.
the blood build up in damaged vessels, and it can cause eventually leakage or gradually leakage or oozing of blood into skin. So this is the venous dermatitis condition. Now I just want to know regarding have you tried any remedies such as any medicated creams or moisturizing lotions. See, ബ്രാക്കറ്റ് തന്നിരിക്കുന്നത് നമുക്കത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. യു ഷുഡ് ആസ്ക് ദ ബ്രാക്കറ്റ് ക്വസ്റ്റ്യൻസ് like such as medicated creams or moisturizing lotions. So I'm explaining you only the task that is relevant. So നെക്സ്റ്റ് ടാസ്ക് ഐ എം മൂവിങ് ടു നെക്സ്റ്റ് ടാസ്ക്. അപ്പോൾ അവരുടെ ഒരു ആൻസർ പറയും എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. So make a recommendation to ease itchiness, moisturizer at least twice a day, thick emollient without fragrance, dye, compression stockings. So these are the remedies you are suggesting to the patient. So how you will say this? Now I strongly recommend you, you know, to ease itchiness. You can use moisturizer at least twice a day and thick emollient without fragrance or dye. Finally, you can use compression stockings. So if you use this, you will get a relevant, definitely you will get a reduction of your symptoms. Next, emphasize importance of not scratching. So in bracket, Wilson's itch leads to cuts infection. So Mr. George, I would like to explain you. Please do not scratch all the time because it can cause sense of itchiness and it can lead to cuts, infection, etc. So please do not do that. And next point എന്താണ് advice need for doctor appointment. If symptoms get worse, remind patient of varicose vein management. See, sometimes they will ask you when I need to see the doctor. Could you please tell me, niece? Then you can give the answer. Otherwise, if they're not asking also, you can just tell to the patient like, whenever you get worsening of itchiness, and if your symptoms is getting worse, please come to the hospital and make an appointment with the doctor. So he will help you out. ഇവിടെ നമുക്ക് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ചോദിക്കാം കേട്ടോ, am I clear to you? പേഷ്യൻ്റ് പറയും yes, I am. Next, remind patient of varicose veins management and self-care. And finally, we are providing some information regarding the management and self-care to the patient. So now you can provide, Mr. George, now I will explain you some of the varicose vein management and the self-care. So may I proceed? Yes, patient will say. Okay, thank you so much for allowing me to explain this. So please be active all the time. That is very much important. You can always interact with some kind of work. And secondly, use loose clothing. Thirdly, avoid standing or sitting for a prolonged time. Finally, you can elevate your leg while you sitting also. So if you do this self-care management, you can manage your situation at home. There is no need to take much uh, treatment, much medications. You can manage your symptoms. So finally, you can ask, do you have any questions? Are you cleared with everything? So the patient, obviously, if the time is up, 5 minutes, examiner will tell, yes, I understand. Otherwise, sometimes they will ask you some questions to help you to reach to 5 minutes. Otherwise, they will say, no, I don't have any questions. But even though if they didn't say your time is up, you can stop the role play. You can say something about the care of varicose veins management and also just give an example. Finally, if your time is not up, you can say that regarding this care and everything, I will provide a brochure. So you can go through this. I have detailed explained everything in this letter. Like that, you can give some information. So anyway, our task is finished, our card is finished, and I hope that my explanation is helpful for you. You understand everything. So please follow the card, and please do not forget to subscribe and